ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇതുപോലത്തെ ഒരു പട്ടുപാവാടയാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 3 മീറ്റർ നല്ല തുണി എടുത്തിട്ടുണ്ട്. ലൈനിങ് എടുത്തത് 2.5 മീറ്ററാണ് കേട്ടോ. ഇനി നമുക്കിത് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് ആ ഒരു ലെങ്ത്ത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് അതിനേക്കാൾ ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ താഴ്വശം ആ മയിൽപ്പീലി വരുന്ന ആ ഭാഗത്ത് മുകളിലോട്ടാണ് എത്ര വേണ്ടത് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് അരക്ക് വേണ്ട ബാൻഡ് എടുക്കാം. ബാൻഡ് നമുക്ക് എത്രയാണ് അരവണ്ണം വരുന്നത് നോക്കാം. അരവണ്ണത്തിനേക്കാളും ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് അധികം നമ്മൾ എടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഏകദേശം എത്രയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നത് അതിനേക്കാളും 2 ഇഞ്ചും 3 ഇഞ്ചും വെച്ച് ഞാൻ അധികം എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പട്ടക്ക് കൊടുക്കുന്നത് 5 ഇഞ്ച് വീതിക്കാണ് കേട്ടോ എടുക്കുന്നത്. നമുക്കെല്ലാം അടിച്ച് വരുമ്പോൾ ഏകദേശം ഒരു 2 ഇഞ്ചോളം കിട്ടും. തയ്യൽ തുമ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ 5 ഇഞ്ച് വീതിക്കാണ് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്തില്ല അതേപോലെ ഞാൻ ലൈനിങ്ങിൽ നിന്നും ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് തടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. നല്ല വശത്തിൻ്റെ മുകളിൽ, അതായത് അടിവശത്ത് മോശം വശത്ത് ലൈനിങ് വെച്ചിട്ട് ചെയ്യല്ലേ, നമ്മൾ സാധാരണ അടിക്കുന്ന കണക്ക് തന്നെ അതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ മൊത്തത്തിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഒരു മടക്കം മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 2 മടക്കം മടക്കിയാൽ നമുക്ക് ചിലപ്പോൾ അടിക്കുന്ന സമയത്ത് ഭയങ്കര കട്ടിയായതുകൊണ്ട് സൂചിയൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ഒരു മടക്ക് മടക്കിയിട്ട് ഉള്ളിലേക്ക് പോകുന്ന ഭാഗമായതുകൊണ്ട് ഒരു മടക്ക് മടക്കിയാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഒരു മടക്ക് മടക്കിയിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ താഴത്തേക്കുള്ള പാവാടേൻ്റെ ലൈനിങ്ങും നല്ല തുണി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡ് ഇതുപോലെ 2 മടക്കിയിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ ഒരു മടക്ക് മടക്കാം, അതുപോലെ ആദ്യം ഒരു മടക്ക് മടക്കാം. അങ്ങനെ ഈ ഒരു സൈഡ് ലൈനിങ്ങും നല്ല തുണി നമ്മൾ അടിച്ചെടുക്കാം. അതുപോലെ അപ്പുറത്തെ ഭാഗവും ലൈനിങ്ങും അത് നമ്മൾ താഴോട്ട് നീളത്തിൽ വരുന്നില്ലേ, അങ്ങനെ 2 സൈഡ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് എത്രയാണ് അരവണ്ണം വേണ്ടത് നോക്കാം. അപ്പോൾ അരവണ്ണത്തിൻ്റെ അവിടെ നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഏകദേശം അരവണ്ണം 32 ടോട്ടൽ 32 എടുക്കുന്നത്. അവിടെ ചെറിയൊരു കട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ആ കട്ടിട്ടത് മുതൽ ഇതുപോലെ ഇങ്ങനെ 4ആയിട്ട് ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് നമുക്ക് ചെറിയൊരു കട്ട് ഇപ്പുറം ഭാഗത്ത് അല്ലെങ്കിൽ കട്ടിടുന്നതിന് ചോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് ഫ്രില്ലിടുന്നതിന് ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല രീതിക്ക് ചെയ്യുന്നവരുണ്ടാവും. ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് ഫ്രില്ലിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്ട്രാ കൂട്ടിയ 2 ഇഞ്ചില്ലേ, അത് നമുക്ക് ആവശ്യമില്ല. നമ്മൾ ഇത് മടക്കിയിട്ട് ചെയ്ത കണക്ക് തന്നെ സ്കേർട്ടിൻ്റെ താഴ്വശത്തേക്കില്ലേ അതും കൂടി ഇതുപോലെ മടക്കുക. അത് നമ്മൾ 2 രീതിക്ക് മടക്കണം. കാരണം നമ്മൾ ലൈനിങ് എടുത്ത കുറവാണ്. ലൈനിങ് ആദ്യം മടക്കിയിട്ട് ഇതുപോലെ ചെറിയ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ കട്ടിട്ട് കൊടുക്കാം. അതുപോലെ മെയിൻ ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് അതും ഒന്ന് കട്ടിട്ട് കൊടുക്കാം. 2 സൈഡ് വേണ്ടി ജോയിൻ്റ് ആക്കിയിട്ടുണ്ട്, അത് ഓർമ്മ വേണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ കട്ടിട്ട് എടുത്തിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ ലൈനിങ് ആണ് അടിച്ചു കൊടുക്കുന്നത്, പിന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്ത് അടിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വന്നാൽ നമ്മൾ അടിവശം ആദ്യം ഒരു മടക്കി അടിച്ചിട്ട് അത് അടിവശത്ത് വരുന്ന രീതിക്ക് വെക്കണം. അതിന് മുകളിലായിട്ടാണ്, അതായത് മുകൾ വശത്ത്. ഇപ്പോൾ ഇത് ഇതിൻ്റെ അടിവശമാണ് നമ്മൾ മടക്കി അടിച്ചത് വരുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്കിത് തുണി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കാം. അത് ലൈനിങ് നമുക്കിങ്ങനെ ഫ്രില്ലിട്ടാലും പ്രശ്നമില്ല, മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം നമുക്ക് ഉൾവശത്ത് പോകുന്നില്ല, അതങ്ങനെ കാണാനൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ മാർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തെടുക്കാറ്. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫ്രില്ലെടുക്കാം. അതിന് ശേഷം അതിൻ്റെ മുകളിൽ നല്ല തുണി വെച്ചിട്ട് ആദ്യം ഫ്രില്ലിട്ടെടുക്കാം കേട്ടോ. നമ്മൾ ഇതുപോലെ മടക്കുമ്പോൾ ഈ അടിച്ച ഭാഗം ഇതിൻ്റെ മുകളിൽ വരണം, അങ്ങനെയാണ് വെക്കേണ്ടത്. ഇപ്പോൾ ഇതാ താഴ്വശത്താണ് അടിച്ച ഭാഗം വരുന്നില്ല, അത് നിങ്ങൾക്ക് നോക്കിയാൽ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുക്കാം. നമ്മൾ 3 മീറ്റർ ലൈനിങ്ങും 3 മീറ്റർ മെയിൻ ക്ലോത്തും തന്നെ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് തന്നെ ഫ്രില്ലിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ലൈനിങ്ങും ഒരുപാട് നല്ല തുണി അങ്ങനെ വരുമ്പോൾ ഒരുപാട് വെയിറ്റ് വരുന്നതുകൊണ്ടാണ് ലൈനിങ് കുറച്ചിട്ട് എടുക്കുന്നത്, മെയിൻ ക്ലോത്ത് കുറച്ച് നല്ലോണം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ലൈനിങ് ഫ്രില്ലിട്ടെടുക്കാം, പിന്നെ നല്ല തുണിയും ഫ്രില്ലിട്ടെടുക്കാം.
അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അത് ഇങ്ങനെ എക്സ്ട്രാ പുറത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കട്ടിട്ടെടുക്കുന്ന മുതലാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അത് അവിടെ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് അത് ഇതുപോലെ താഴത്തേക്ക് ഒന്ന് മടക്കാം. കറക്റ്റാക്കി ലെവലാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്കിത് നമ്മൾ ആദ്യം ഒന്ന് ചെറിയൊരു മടക്കി അടിച്ചില്ല, ആ ഒരു മടക്ക് ഇപ്പോൾ താഴ്വശത്ത് വന്നിട്ടുണ്ടാകും. ആ ഒരു സ്റ്റിച്ചിൻ്റെ താഴത്തേ കൂടിയിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്ത് വരുമ്പം അവിടെയും കുറച്ച് പീസ് എക്സ്ട്രാ പുറത്തേക്ക് ഉണ്ടാവുമല്ലോ, അതും ഇതുപോലെ ഉള്ളിലോട്ട് മടക്കിയിട്ട് അതും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകൾ വശത്തേക്ക് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ അടിക്കുന്നില്ല, അവിടെ തന്നെ 2 സ്റ്റിച്ച് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കൂടി ഞാൻ കാണിച്ചു തരാം എങ്ങനെയെന്ന്. ഏറ്റവും മുകളിലേക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം. ഇനി നമുക്ക് കുടുക്ക് വെക്കുന്ന ഒരു ഓൾസ് നമുക്കതില്ല, അത് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആ ബെൽറ്റ് വരുന്നില്ല, അരക്ക് വരുന്നത്, അത് എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് തുണി എടുത്തിട്ട് ഇതുപോലെ അടിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതായത് തുച്ചൊക്കെ ഉള്ളിൽ പോകുന്ന രീതിക്ക് മറിച്ചിട്ട് കൊടുക്കില്ല, അതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് അതുപോലെ എങ്ങനെയാണ് ആ ഹോൾസ് വെക്കുന്നതിൽ ഇങ്ങനെ മടക്കിയാണ് ചെയ്തെടുക്കുന്നത്, അതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 2 ബട്ടൺസ് വരുന്ന രീതിക്ക് ചെയ്യുന്നുണ്ട്. ഒരു ബട്ടൺസ് മതി, അതിന് ഇങ്ങനെ തന്നെ അടിച്ചിട്ട് അതിന് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. 2 ബട്ടൺസ് ഞാൻ വെക്കുന്നുണ്ട്, അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 ബട്ടൺസ് വെക്കേണ്ട ഒരു ഹോൾസും കൂടി തയ്യാറായി കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആ പാവാടേൻ്റെ സൈഡിൽ വെച്ച് കൊടുത്താൽ ആദ്യം. അതിന് ശേഷം ഞാൻ 2 സൈഡിൽ വള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വള്ളി ഈ ഇങ്ങനെ ഹോൾസ് ആക്കില്ല, അതിൻ്റെ അപ്പുറത്തും അതുപോലെ കുടുക്ക് വരുന്ന ഭാഗത്തും 2 വള്ളിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിലേക്ക് ജോയിൻ ചെയ്തെടുത്തിട്ട് നമുക്ക് 2 സൈഡും കൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ 2 സൈഡും താഴ്വശത്ത് നമ്മൾ ആദ്യം 2 മടക്കി അടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലേക്ക് കൂടി വേണം നമ്മൾ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് അടിക്കാം. ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ അരേൻ്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിന്നൊരു 3 ഇഞ്ച് താഴത്തേക്ക് വിട്ടിട്ട് ഒരു ചെറിയൊരു ഹോൾസ് കണക്കി ഉണ്ടാവുമല്ലോ, ഒരു 3 ഇഞ്ച് താഴത്തേക്ക് ഇതുപോലെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. മാർക്ക് ചെയ്തിട്ട് അവിടെ മാത്രമേ അടിക്കായിരുന്നു, അവിടെ നിന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ചെരിച്ചിട്ടൊന്ന് ക്രോസിൽ കൊടുക്കുക. ഇതുപോലെ ഒന്ന് ക്രോസിൽ കൊടുക്കാം. എന്നിട്ട് ആദ്യം നമുക്ക് ഒരടിയും കൂടി അടിച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് ഇതുപോലെയാണ് നമ്മുടെ പാവാട കിട്ടുന്നത്. ഞാൻ താഴത്തെ ഒരു ലേസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. താങ്ക് യു.